ഭഗവാൻ ഇന്നലെ ഓടക്കുഴലൂതുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. മുരളീധരനായിട്ട് മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമാണ് ഇത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഭഗവാൻ മുരളി ഊതുന്നത് കേട്ടോ. പലരും ഭഗവാന്റെ വിഗ്രഹമൊക്കെ വീട്ടിൽ വെക്കുന്ന സമയത്ത് ആ ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണനാണെങ്കിൽ ഭഗവാന്റെ കയ്യിൽ ചിലപ്പോൾ ഓടക്കുഴൽ ഉണ്ടായിരിക്കില്ല. അതെന്താന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഓടക്കുഴൽ ഊതുന്നത് പോലെ തന്നെ ആ ഊതിക്കളയുകയാണെന്ന്. അതായത് ആ വീട്ടിലുള്ളവരെയൊക്കെ ഊതിപ്പറപ്പിക്കുകയാണ് ഭഗവാൻ. അതുകൊണ്ടാണ് അങ്ങനെ വെക്കാത്തത്, ഓടക്കുഴൽ ഭഗവാന്റെ കയ്യിൽ കൊടുക്കാത്തതെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ മുൻപും അതേപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതായത് ഭഗവാൻ അവിടുന്ന് ഊതിപ്പറപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്താണ് ആ വീട്ടിലുള്ള ആ കുടുംബത്തിലുള്ളവരുടെ സങ്കടങ്ങള്, ബുദ്ധിമുട്ടുകള്, ദുരിതങ്ങള്, ഇതൊക്കെയാണ് ഭഗവാൻ ഊതിപ്പറപ്പിക്കുന്നത്. അതെന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഭഗവാന്റെ കയ്യിലുള്ള ഓടക്കുഴൽ അവിടെ നിന്ന് മാറ്റിവെക്കുന്നത്. എത്രത്തോളം പ്രിയപ്പെട്ടതാണ് നമ്മുടെ ഭഗവാന്റെ ഓടക്കുഴലി. ഭഗവാൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് നമുക്ക് എല്ലാവർക്കും അറിയാലേ. അപ്പൊ അത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഭഗവാൻ എത്രത്തോളം വിഷമം ഉണ്ടാകും. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഭഗവാന്റെ ആ ഒരു ഓടക്കുഴലി കയ്യിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക. എന്നിട്ട് ഭഗവാന്റെ അടുത്തൊരു ക്ഷമയൊക്കെ പറയുക, ഭഗവാനെ അറിയാതെ സംഭവിച്ചതാണ്, ഇനി ഒരിക്കലും ഭഗവാന്റെ കയ്യിൽ നിന്ന് ഈ ഓടക്കുഴലി മാറ്റില്ല എന്ന് പറയാം. അപ്പൊ ഒരുപാട് സന്തോഷമാവും ഭഗവാന്. ആ ഓടക്കുഴൽ വിളിക്കാനാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. അങ്ങനെ നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുക, സമാധാനിപ്പിക്കുക ഒക്കെയാണ് ഭഗവാൻ ചെയ്യുക. അങ്ങനെ തന്നെ ചെയ്യുന്ന ഒരു അലങ്കാരം തന്നെയായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത്. ഭഗവാന് 3 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം ചുവപ്പും വെള്ളയാണ്, അതായത് നന്ദ്യാർവട്ടും പിന്നെ തെച്ചിയും കൂടിയിട്ടാണ്. പിന്നെ ഒരെണ്ണം നന്ദ്യാർവട്ടും തുളസിയും കൂടിയിട്ടാണ്. പിന്നെ ഒരെണ്ണം താമരയും കൊണ്ടായിരുന്നു. 2 ഉണ്ടമാല ഉണ്ട് ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത്. താമര കൊണ്ട് കോർത്തിട്ടുള്ള മാലയാണ്, താമരയുടെ ഇതൾ കൊണ്ട്. പിന്നെ ഒരെണ്ണം തെച്ചിയും തുളസിയും കൂടിയായിരുന്നു. ഇതിന് നടുക്ക് നിന്നിട്ടാണ് ഭഗവാൻ സർവാഭരണ വിഭൂഷിതനായിട്ട്, ധാരാളം ആഭരണങ്ങളൊക്കെ യശോദാമ്മ അണിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. സർവാഭരണ വിഭൂഷിതനായിട്ട് ഭഗവാൻ ഓടക്കുഴൽ ഊതുന്നുണ്ടായിരുന്നത്. അപ്പൊ എന്ത് മനോഹരമായിട്ടുള്ള നാദമാണ് നമുക്ക് എല്ലാവർക്കും കേൾക്കാനായിട്ട് സാധിക്കുക. അതൊക്കെ എത്രത്തോളമാണ് നമ്മുടെ മനസ്സിനെയൊക്കെ കുളിരണിയിക്കുക. അപ്പൊ അതെല്ലാം ആ അനുഭവങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണേ. എല്ലാ അനുഭവങ്ങളും അനുഭവഭേദ്യമാക്കി തരണേ ഭഗവാനെ എന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.